ഷിംജിത്ത, നീ ചെയ്തത് നിനക്ക് ചെറിയ ഒരു തെറ്റ്. പക്ഷേ ആ കാരണം കൊണ്ട് മറ്റൊരാളുടെ ജീവൻ തന്നെ ഇല്ലാതെയായി. സുഹൃത്തുക്കളെ, ഷിംജിത്ത എന്ന ഒരു സ്ത്രീ ബസ്സിൽ വീഡിയോ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് വൈറൽ ചെയ്ത വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടവരാണ്. ഷിംജിത്ത, നിന്റെ ഈ പ്രവൃത്തി കൊണ്ട് നഷ്ടപ്പെട്ടത് ഒരു കുടുംബത്തിൻ്റെ വിളക്കാണ്. ഒരു അമ്മക്ക് ഒരു മകനെയാണ്. കൂട്ടുകാർക്ക് നല്ല ഒരു സുഹൃത്തിനെയാണ്. ഒരു തെറ്റും ചെയ്യാത്ത ദീപക് എന്ന മനുഷ്യൻ നീ കാരണം ആത്മഹത്യ ചെയ്തു പോയി. ആ ദീപകിൻ്റെ ഉമ്മാൻ്റെ വേദന എങ്ങനെയായിരിക്കും എന്നറിയുമോ നിനക്ക്? ഒരു ലൈക്ക് വ്യൂസിന് വേണ്ടി മറ്റൊരാളുടെ ജീവൻ വെച്ച് കളിക്കാൻ നാണമാവുന്നില്ലേ? ഒരു പക്ഷേ നിന്റെ ഭാഗത്ത് സത്യമുണ്ടോ എന്ന് നിനക്ക് ഉറപ്പാണെങ്കിൽ ഈ വീഡിയോ കൊണ്ടുപോയി പോലീസിൽ കൊടുത്ത് പരാതി കൊടുക്കാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ നീ ചെയ്തില്ല? നിനക്ക് വേണ്ടത് കേവലം ലൈക്സ് വ്യൂസ് മാത്രമായിരുന്നു. നീ അത്രയ്ക്കും നല്ല സ്വാലിഹത്തായ പെണ്ണാണെങ്കിൽ ആദ്യം ഇസ്ലാം ശരീരം മറക്കാൻ കൽപ്പിച്ച പർദ്ദ ധരിക്കുക. എന്തുകൊണ്ട് നിനക്ക് പർദ്ദ ധരിക്കാൻ സാധ്യമാവുന്നില്ല? ഈമാനിൻ്റെ കുറവ്. സർവീസ് ബസ്സിൽ നീ കയറി ആണുങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് അവൻ തൊട്ടു ഇവൻ തൊട്ടു എന്ന് കള്ളത്തരം വിളിച്ചു പറയാൻ നാണമാവുന്നില്ലേ? ഇനി മുതൽ നീ ബസ്സിൽ പോകേണ്ട, റിക്ഷയിൽ പോയിക്കോ. വ്യൂസ് ലൈക്കിന് വേണ്ടി മറ്റൊരാളുടെ ജീവൻ വെച്ച് കളിക്കാൻ പാടില്ല. ട്രെയിനിൽ പോകുമ്പോൾ കമ്പി പിടിച്ചില്ലെങ്കിലും നമുക്ക് നേരെ നിൽക്കാൻ സാധിക്കും. പക്ഷേ ബസ് അങ്ങനെയല്ല. ബസ്സാകുമ്പോൾ രണ്ട് കൈകൊണ്ട് കമ്പികളെ പിടിച്ചാലും ചില സമയത്ത് നേരെ നിൽക്കാൻ കഴിയില്ല. കാരണം റോഡ് എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് കുണ്ടും കുഴികളും ഉണ്ടാകും. ചില സമയം ബ്രേക്ക് അടിക്കുമ്പോൾ മുന്നോട്ടും പിറകും പോകും. കാരണം ഇത് ബസ്സാണ്, ട്രെയിനല്ല. ചില സമയത്ത് ബ്രേക്ക് അടിക്കുമ്പോൾ അല്ലെങ്കിൽ റോഡിൽ ചെറിയ കുഴികളുടെ ബസ് പോയാൽ നിന്നവർ കുറിച്ച് അങ്ങും ഇങ്ങും ആവും. അടുത്തു നിന്ന ജനങ്ങളുടെ ശരീരം സ്പർശിക്കും. ബസ്സിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ആ ദീപക് എന്ന മനുഷ്യൻ്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല. ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും.